അങ്ങനെ സച്ചുട്ടിന്റെ കെട്ടുന്നരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് നേരെ വന്നിട്ടേ കുളിച്ചിട്ട് നമ്മൾ വെള്ളടിങ്ങുന്ന അമ്പലത്തേക്കായിട്ടാ പോയത്. അതായത് വിൻഷാന്റെ വീടിന്റെ അവിടെയുള്ള അമ്പലത്തേക്ക്. അവിടെ വായന നടന്നുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോ ദേ ഇരിക്കണം ഇവിടെ അമ്മമ്മ ഫ്രണ്ടിൽ തന്നെ പോയിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോ തന്നെ പെട്ടൂല ദേവി വെച്ചിട്ടാണ് എന്നെ നോക്കണത്. അങ്ങനെ ഞങ്ങളിതേ ഫുഡ് കഴിക്കാനായിട്ട് പോണത്. ഉച്ചത്തെ ഫുഡൊക്കെ അമ്പലത്തിൽ നിന്ന് ഉണ്ടാവും. വിൻഷേട്ടനാണെങ്കിൽ അവിടെ വിളമ്പണ്ട തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ഞാനും അമ്മമ്മയും കൂടിയിട്ട് ഇതൊരു സൈഡിൽ പോയിരുന്നു. അപ്പൊ ഇന്ന് ഏകദേശം ആയതുകൊണ്ട് തന്നെ നല്ല കഞ്ഞിയും അതുപോലെ പുഴുക്കും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നേ. ഈ പ്ലാവിന്റെ ഇല കൊണ്ട് കോരിയിട്ട് നമുക്ക് കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഞാൻ കഴിച്ചു തീർത്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മതിയാക്കാനൊന്നും തോന്നിയേ ഇല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ച പാത്രമൊക്കെ അവിടെ കഴുകി വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഇവിടെ അമ്മമ്മ അതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീഡിയോ എടുക്കണോണ്ട് തന്നെ തിരിഞ്ഞു നോക്കാണ്ടാണ് ആള് പോണത് കേട്ടോ. അമ്മമ്മ ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വരും കേട്ടോ. അത് 6 മണി 7 മണി വരെ ഉണ്ട് ഇവിടെ വായന. പിന്നെ നമ്മൾ നേരെ അതേ വിൻഷേട്ടന്റെ അച്ഛണ്ടല്ലോ, വിൻഷേട്ടന്റെ അമ്മമ്മയ്ക്കുള്ള കഞ്ഞിയും കാര്യങ്ങളൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ 37 നല്ല ഉറക്കാടുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിളിച്ചെനിപ്പിച്ച് കഞ്ഞിയൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ മുടിയൊക്കെ ആകെ കിടന്നിട്ട് ചപ്പറ കുത്തിയിട്ട് ഇരുന്നിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കെട്ടി വെച്ച് അമ്മമ്മയും കൊണ്ട് കഞ്ഞി കുടിപ്പിക്കുക കേട്ടോ. പിന്നെ ഇതാട്ടോ നമ്മുടെ റൂം ഉണ്ടായിരുന്നു. എന്റെയും വിൻഷേട്ടന്റെ ഒക്കെ നമ്മുടെ റൂം ഇതായിരുന്നു. ഇപ്പൊ ഇവിടെ അച്ഛനും അമ്മയായിട്ടൊക്കെ എടുക്കണത്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം, ഞാൻ എപ്പോൾ വന്നാലും ആദ്യം റൂമിലൊക്കെ ഒന്ന് ചെന്ന് നോക്കട്ടെ. എന്താന്ന് വെച്ചാൽ ഞാൻ വന്ന് കയറിയിട്ട് എനിക്ക് കിട്ടിയ റൂം ഇതായിരുന്നു കേട്ടോ. എൻ്റെ ഒരു സ്വർഗം ഇതായിരുന്നു. പിന്നെ ഇത് അമ്മമ്മയ്ക്ക് ആണെങ്കിൽ കഞ്ഞി കുടിക്കാണ്ടല്ലോ 1.5 മണിക്കൂർ എടുക്കൂട്ടെ കഴിച്ച് കഴിയണമെങ്കിൽ. അതുകൊണ്ട് തന്നെ അമ്മമ്മയുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാട്ടോ കഴിക്കണത്. പിന്നെ 36 ഈ ഇരിക്കണ ഇരുത്തൊന്നും നിങ്ങൾ നോക്കണ്ടാട്ടോ. ആള് പണ്ട് ഭയങ്കര റേഞ്ച് ആണെന്നേ കണ്ട. വിൻഷേട്ട യോ അടിക്കാൻ പറയുമ്പോൾ യോ അടിച്ച് കാണിച്ചു തരുന്നുണ്ടാവും. അതുപോലെ തന്നെ അമ്മമ്മയ്ക്ക് ഇല്ലാത്ത സ്കില്ലില്ല കേട്ടോ. അതൊക്കെ എന്താന്ന് നമ്മൾ വഴിയെ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരേ. ഇപ്പൊ മനസ്സിലായ വിൻഷേട്ടന് എവിടുന്നാണ് ഇമ്മാതിരി സ്കില്ല് കിട്ടണത്. അമ്മമ്മ ഈ റേഞ്ച് ആണെങ്കിൽ പിന്നെ പേരക്കുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യണ്ടാ. ബാക്കിയും കൂടി കണ്ടോക്ക് കിട്ടനി. ശരിക്കും ശ്രദ്ധിക്കും. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പങ്കുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ഇതൊക്കെ 3 വർഷം മുമ്പത്തെ വീഡിയോസ് ആണ് കേട്ടോ. അതായത് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള സമയത്ത് വിൻഷാന്റെ ഫാമിലി ജോയിന്റ് ഫാമിലി ആണ് കേട്ടോ. ഒരുപാട് പേരുള്ള ഒരു വീടാണ് വിട്ടത്. പിന്നെ നമ്മളാണ് ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് വീടൊക്കെ വെച്ച് പോയേക്കണത്. പിന്നെ വിൻഷാന്റെ അമ്മമ്മയുടെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അമ്മമ്മ വൈറലായിട്ട് ഇപ്പൊ വല്ല ഉദ്ഘാടനങ്ങൾക്ക് നടക്കാനേ അമ്മമ്മയ്ക്ക് നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിൻഷാന്റെ അമ്മ വന്നു കേട്ടോ. അപ്പൊ പിന്നെ നമ്മളിത് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. പിന്നെ നമ്മൾ അപ്പുറത്തത് വിൻഷാന്റെ ചേട്ടൻ്റെ കേട്ടോ. ചേട്ടൻ്റെ അവിടെ നിന്ന് പുതിയ നായ്ക്കുട്ടീനെ പട്ടിക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് നോക്കി. പിന്നെ ഇവിടെ താമരയും മാമ്പലും ഒക്കെ ഇത് ഉണ്ടായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് നേരെ വീട്ടിലെത്തി നമ്മുടെ തേജപ്പനും എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.